മുനമ്പം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന വഖഫ് ബോർഡിന്റെ ആവശ്യം തള്ളി ട്രൈബ്യൂണൽ. പറവൂർ സബ് കോടതിയിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ഹർജിയാണ് ജസ്റ്റിസ് രാജൻ തട്ടിൽ അധ്യക്ഷനായ ട്രൈബ്യൂണൽ തള്ളിയത്. ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് വഖഫ് ബോർഡിന്റെ തീരുമാനം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് വാദം തുടരുകയാണല്ലോ. ഈ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണ് സമീർ? ഉന്മേഷ്, മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നും വാദം തുടരുകയാണ്. 1971 പറവൂർ കോടതി ഈ ഭൂമി വഖഫാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് 1975 ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇന്ന് പരിശോധിക്കുക. ആ വേളയിലാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ചത്. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ 1971 ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്, ഏതൊക്കെ മാനദണ്ഡങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പറവൂർ സബ് കോടതി ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തിയത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തണം എന്ന ആവശ്യമാണ് വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നും, ആവശ്യമെങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പികൾ വേണമെങ്കിൽ ട്രിബ്യൂണലിലേക്ക് ഹാജരാക്കാൻ വഖഫ് ബോർഡിന് കഴിയും. അത്ര നടപടി മാത്രം മതി എന്ന ഒരു നിലപാടാണ് ട്രിബ്യൂണൽ സ്വീകരിച്ചത്. അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിലവിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പരിഗണിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതി ആ വിഷയത്തിൽ, ഹൈക്കോടതിയുടെ ആ വിഷയത്തിലുള്ള വിധികളുടെ പശ്ചാത്തലവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിധികളുമാണ് ഇന്ന് പ്രധാനമായും വാദം കേൾക്കുക. അതിൽ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ വാദം ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള നിലപാടാണ്. അതേസമയം തന്നെ ഈ ഭൂമി നൽകിയത് 1950 സിദ്ദിഖ് സേട്ടാണ് ഈ ഭൂമി നൽകിയത്. അന്ന് 404 ഏക്കർ ഭൂമിയാണ് മുനമ്പത്ത് നൽകിയത്. അത് വഖഫായിക്കൊണ്ട് നൽകി എന്നുള്ള കാര്യമാണ് വഖഫ് ബോർഡിൻ്റെ വാദം. അതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് സേട്ടിൻ്റെ മകൾ സുബൈദ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് വഖഫ് ബോർഡിൻ്റെ ഭൂമി തന്നെയാണ് എന്നായിരുന്നു, വഖഫ് സ്വത്താണ് എന്നാണ്. എന്നാൽ അവരുടെ മക്കൾ പറയുന്നത് അത്തരത്തിലല്ല, അത് ദാനമായി ലഭിച്ചതാണ്, ക്രയവിക്രയത്തിന് സാധ്യതയുണ്ട് എന്ന കാര്യവും പറയുന്നു. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ട്രിബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട വിധി പറയുക. ഇന്ന് 11 മണിയോടുകൂടെ ഈ വിഷയത്തിൽ കോടതിയുടെ നടപടികൾ ആരംഭിക്കും, ട്രിബ്യൂണലിൻ്റെ നടപടികൾ ആരംഭിക്കും. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.